ഹായ്, വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ്. ഇന്ന് ഞാനൊരു കുഞ്ഞൊരു വ്ളോഗും കൊണ്ടാണ് കേട്ടോ വന്നിക്കണേ. അതിൻ്റെ കൂടെ കുറേ റെസിപ്പി ഉണ്ട്. പത്തിരിൻ്റെ റെസിപ്പി, അതുപോലെ തന്നെ പുഡിങ് ഉണ്ടാക്കുന്നത്, ബിരിയാണി ഉണ്ടാക്കുന്നത്, അതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി തരുമെന്നൊക്കെ, അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് തലേ ദിവസം രാത്രി, അതായത് ശനിയാഴ്ചയിൽ തന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ മാമ്പഴം, കസ്റ്റാർഡ് ആപ്പിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ചൈന ഗ്രാസ് ഞാൻ ആദ്യം തന്നെ ഒന്ന് കുതിർത്തെടുക്കാനായിട്ട് പോവുകയാണ്. ചൈന ഗ്രാസ് ഞാൻ 2 പാക്കറ്റ്, അതായത് 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് 1 കപ്പ് വെള്ളത്തിലാണ് കുതിർത്തെടുക്കുന്നത്. ഓരോന്നും ഓരോ കപ്പ് വെള്ളത്തിലായിട്ട് രണ്ടായിട്ട് തന്നെ ഞാനിവിടെ കുതിർത്തെടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ആദ്യം തന്നെ അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 250 ml കപ്പിലാണ് കേട്ടോ വെള്ളം മെഷർ ചെയ്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് കൂടാനായിട്ട് പാടില്ല. നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് തീരെ കൂടരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിനെ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അതേസമയം തന്നെ പാലൊന്ന് തിളക്കാനായിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നത്. അത് ഒരുമിച്ച് തന്നെ ഞാനിവിടെ കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തെടുക്കുക. പാല് തിളക്കാനായിട്ട് വെച്ച അതേസമയം തന്നെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഈ സമയത്തിലോട്ട് വീണ്ടും വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട. ഇതേ രീതിയിലൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിനിങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിങ്ങനെ കെട്ടാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ പാലിലോട്ട് നമുക്ക് 2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. 250 ml കപ്പിലാണ് കേട്ടോ ഇതും മെഷർ ചെയ്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി മാമ്പഴം, കസ്റ്റാർഡ് ആപ്പിൾ നന്നായിട്ട് അരച്ചെടുക്കണം. കസ്റ്റാർഡ് ആപ്പിൾ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അതേസമയം തന്നെ പാല് നന്നായിട്ട് തന്നെ തിളച്ച് മറിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മെൽറ്റാക്കി എടുത്ത ചൈന ഗ്രാസ് കൂടി ആഡ് ചെയ്ത് ഈ കാണുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്ത് വേണം കേട്ടോ മിക്സ് ആക്കി എടുക്കാൻ. എന്നാൽ നമുക്ക് കട്ടയൊന്നും കെട്ടാതെ നല്ല രീതിയിൽ തന്നെ നല്ല പരുവത്തിലായി കിട്ടും കേട്ടോ. ഈ സമയം മാമ്പഴം അരച്ചെടുത്തത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇത് കഴിഞ്ഞാൽ നമുക്കിതിനെ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതാകെ മാറിപ്പോവും. ഇത് നല്ല രീതിയിൽ തന്നെ ഈ പാലിലോട്ട് കലർന്ന് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിതിനെ ഒന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ. ഈ പരുവത്തിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചെടുത്ത് ഇതുപോലെ നമുക്ക് ട്രേയിലേക്ക് പകർന്നു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ട്രേയിലോട്ട് ഇതുപോലെ സ്ക്യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഒരു 3/4 മണിക്കൂർ നേരത്തോളം ഒന്ന് പുറത്ത് വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് തലേ ദിവസം ഉണ്ടാക്കിയെടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇത് അവരുടെ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. ഇനി അടുത്ത ദിവസം രാവിലെ, അതായത് സൺഡേയിലാണ് കേട്ടോ. നന്നായിട്ട് മഴയൊക്കെ ഉള്ളൊരു ദിവസേന നല്ല രീതിയിൽ തന്നെ നല്ല പച്ചപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഗാർഡനൊക്കെ കാണാനൊക്കെ വളരെ നല്ലൊരു ഭംഗിയാണല്ലോ. ഈ മഴക്കാലത്താണ് കേട്ടോ ഗാർഡൻ കാണാനൊക്കെ ഭംഗി ഉണ്ടാവുക. അതിലും പൂക്കളൊക്കെ കൂടുതലുണ്ടാവുന്നത് വേനൽക്കാലത്താണ് കേട്ടോ. വേനൽക്കാലത്ത് നമ്മൾ നന്നായിട്ട് നനച്ചൊക്കെ കഴിയുമ്പോഴാണ് പൂക്കളൊക്കെ കൂടുതലുണ്ടാവുക. ഞാൻ രാവിലെ തന്നെ കൂടുതലായിട്ടും മുറ്റത്ത് ഈ സിറ്റ് ഔട്ടിലൊക്കെ പോയിരിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ലൊരു വൈബ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ആ ടൈമിൽ കുറേ എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ എൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ്. ഇപ്പോൾ അത്ര വലിയ മനോഹാരിത ഒന്നുമില്ല കേട്ടോ, കാരണം എനിക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 വർഷമായിട്ട് എനിക്ക് ഇതൊന്നും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റുന്നില്ല. എൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനോ പൂക്കളോ ഇതിന് വലിയ പരിചരണമൊന്നും കൊടുക്കാനൊന്നും എനിക്ക് പറ്റണില്ല കേട്ടോ. എന്നാലും പൂക്കളൊക്കെ നോക്കിയിരിക്കാൻ വളരെ നല്ലൊരു ഭംഗിയാണ്. നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ സാധനങ്ങളാണല്ലോ. അപ്പോൾ അത് കൂടുതലായിട്ട് പരിചരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ അതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ കണ്ടെത്തുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എൻ്റെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ളവരെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ സന്തോഷത്തിന് വേണ്ടി. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലോട്ട് വന്നപ്പോൾ പത്തിരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒന്ന് വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് അതിലോട്ട് പൊടി ഇട്ട് കൊടുത്ത് ഒരു 3 സെക്കൻഡ് നേരം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഉപ്പ്
ഉപ്പിട്ട വെള്ളത്തിലോട്ടാണ് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതുപോലെ പൊടി ഇട്ട് കൊടുത്ത് ഒരു 3 സെക്കൻഡ് നേരം വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മളിതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാൻ. ഒരു തവി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കോൽ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് ഇതിനൊരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കുക. അതിന് ശേഷം വേണം കേട്ടോ നമ്മളിതിനെ കുഴച്ചെടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. പത്തിരി അതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ. ഓരോ ബോൾസാക്കി എടുത്ത് 2 ബോൾസാക്കി 2 പോർഷനായിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ കുഴ എത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ കുറച്ച് വെള്ളം കയ്യിലോട്ട് തടവി ആ രീതിയിൽ വേണം നമ്മളിതിനെ കുഴച്ചെടുക്കാൻ. എന്നാലേ നല്ല മയപ്പെട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഈ പൊടി നല്ല രീതിയിൽ കിട്ടണം. എന്നിട്ട് ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. എന്നാൽ നമ്മുടെ ആ പത്തിരിയുടെ വക്കൊക്കെ ഉണ്ടല്ലോ, നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. കൈകൊണ്ട് നന്നായിട്ട് നമ്മളിതിനെ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ നല്ല ഷേപ്പിലുള്ള പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നല്ല നൈസായിട്ട് കിട്ടാനും വലിയ ബൗൾസാക്കി എടുക്കരുത്, ഇതുപോലെ ചെറിയ ബൗൾസാക്കി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പത്തിരി പരത്തിയെടുക്കുന്നതും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ ഈ പൊടിയൊന്നും അതായത് ചൂടാറി പോകാനായിട്ട് പാടില്ല. ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതെല്ലാം പ്രസ്സിലിട്ടിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. എന്നാൽ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ പത്തിരി പരത്തിയെടുക്കാനും നല്ല നൈസായിട്ടും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ നൈസ് പത്തിരി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കുറേ തണുത്ത് പോയി കഴിഞ്ഞതിന് ശേഷം ഇതിനെ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അത്ര കണ്ട് പരത്തി കിട്ടില്ല. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ പത്തിരി പരത്തിയെടുക്കേണ്ടത്. നമ്മുടെ ഈ പത്തിരി ഫുൾ വീഡിയോ വേണമെന്നുള്ളവർക്ക്, അതായത് ഫുൾ റെസിപ്പി വേണമെന്നുള്ളവർ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പത്തിരി ഇതുപോലെ മുഴുവനായിട്ട് പരത്തിയെടുത്ത് പൊടി തട്ടി ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പത്തിരി മാറ്റി വെക്കാനായിട്ട്. ഒന്നൊന്നിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ചിട്ട് ആ ഒരു രീതിയിൽ മാറ്റി വെക്കുക. ഈ സമയം തന്നെ ഞാൻ കുറച്ച് കട്ടൻ ചായ ഒന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് രാവിലെ തന്നെ കുടിക്കേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ പത്തിരി ചുടാനായിട്ടും വെച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് പത്തിരിക്കല്ല് അടുപ്പിലോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കിയെടുക്കുക. പത്തിരിക്കല്ല് അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വേസ്റ്റൊക്കെ ഒന്ന് വേറെയാണ് കേട്ടോ. ആ ഒരു വേറെ ലെവലിലുള്ളൊരു ടേസ്റ്റും ഇതൊക്കെയാണ്. അപ്പോൾ അതിനായിട്ട് പത്തിരിക്കല്ല് അടുപ്പിലോട്ട് വെച്ച് ചൂടായി കഴിഞ്ഞ് ശേഷം പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഒരു ഭാഗം പൊള്ളി വരുമ്പോൾ വേണം നമ്മൾ അടുത്ത ഭാഗത്തായിട്ട് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് ചൂടാറാനായിട്ട് ഒരു മുറത്തിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പത്തിരി നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. എന്നാലേ ഇത് പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ പൊങ്ങി വരുള്ളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മാത്രമേ നമുക്കിത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു രീതിയിൽ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എന്നിട്ട് മുറത്തിലോട്ട് ഇട്ട് കൊടുത്ത് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഇതിനെ കാസറോളിലോട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പാത്രത്തിലോട്ട് അട്ടി വെച്ച് മാറ്റി വെക്കാനായിട്ട്. എന്നാൽ നമുക്കിത് നല്ല രീതിയിൽ ഇത് നമുക്ക് രാവിലെ ഉണ്ടാക്കിയ പത്തിരി നമുക്ക് രാത്രി ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിതിനെ അടച്ച് വെക്കാനായിട്ട്. അപ്പോൾ പത്തിരിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത വീട്ടിൽ അവരുണ്ടല്ലോ, അവർ ചിക്കനെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത് ഇതുപോലെ നന്നായിട്ട് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ നേരത്തോളം ഇതുപോലെ ഒന്ന് മസാല തേച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ലഗോൺ ചിക്കനാണ്. അപ്പോൾ അതേസമയം തന്നെ ഞാൻ ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ചധികം നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിലുമാണ് ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്ന് മുരിഞ്ഞ് വരുന്ന നേരം നമുക്ക് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റ് നമുക്ക് സലാഡിലേക്കും അതുപോലെ തന്നെ ബിരിയാണിയിലോട്ടും ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. എത്ര ബിരിയാണി വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഇതുപോലെ സമയമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ ഉണ്ടാക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ബിരിയാണി കാണാൻ കുറച്ചൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ കിസ്മിസും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഇതുകൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ സലാഡിനുള്ളതും അരിഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു സലാഡാണ് കേട്ടോ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമേ ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. കുക്കുംബർ വേണമെങ്കിൽ അത് ഉപയോഗിക്കുക. കുക്കുംബർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ കുറേ നേരം ഇത് വെക്കുകയാണെങ്കിൽ അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുക്കുംബർ അങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ ഇത് 3 മാത്രമേ ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി തൈരിലോട്ട് ഇത് 3 ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സലാഡ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ.
കൂടുതൽ ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊന്ന് ആകെ മാറിപ്പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബിരിയാണിയിലോട്ട് ഇതുപോലെ കുറഞ്ഞ ഉപ്പിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുകയാണേ. ഇത് ഞാനൊരു 10 സമയമൊക്കെ ആകുമ്പോൾ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം ഇത് ഇവർക്ക് കുറച്ച് നേരത്തെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ കുറേ നേരത്തെ തന്നെ ഉണ്ടാക്കിയെടുത്ത് മാറ്റി വെക്കുന്നത് കേട്ടോ. തൈരെല്ലാം മിക്സാക്കി വന്നപ്പോഴത്തേനും നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സവാള ഫ്രൈ ചെയ്തത് ഇതുപോലെ ഒന്ന് ഞാൻ പരത്തിയിട്ട് കൊടുക്കണ്ടേ. അതേസമയം തന്നെ ഞാൻ നമ്മുടെ ചിക്കന് വേകാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിലോട്ട്. ഇത് ദം ചെയ്തെടുത്ത് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്ത് ഇതിലെ എരിവും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനേ. കോഴിക്കോട് ഭാഗത്തുള്ള മിക്ക ഹോട്ടലുകളും അതുപോലെ പാരഗണ് അതുപോലെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളൊക്കെ നമ്മൾ കിട്ടുന്നത് നമുക്ക് ഇതുപോലെയുള്ള ഈ ലഗോൺ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മുടെ ബ്രോയിലർ ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഇങ്ങനെ ദം ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ആ ബിരിയാണിക്ക് വളരെ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ മസാല തന്നെ മതി നമുക്ക് ചോറുണ്ണാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുത്ത് അതിൻ്റെ ആ എരിവും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്കിതുപോലെ റൈസെല്ലാം ഇട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ബിരിയാണി ഫുള്ളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഫുൾ മെഷർമെൻറ്റിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് വേണമെന്നുള്ളവർക്ക് അതൊന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് റൈസ് ഊറ്റിയെടുത്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഴിക്കോടൻ ബിരിയാണി നമുക്ക് നെയ്ച്ചോറ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ ഊറ്റിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമല്ലോ. ആ ഒരു 2 രീതിയിലും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിതുപോലെ ഊറ്റിയെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുത്തിട്ടുള്ള ഓണിയന് ക്യാരറ്റ് അതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആ ഓയിൽ ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായിട്ട് ദം ചെയ്തെടുക്കാം കേട്ടോ. ഇതിനെ ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂർ നേരത്തോളം ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം നമ്മളിതിനെ കനലിലിട്ട് ദം ചെയ്തെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി എല്ലാം ദം ചെയ്തെടുത്ത് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല പെരുമഴയാണ്. അപ്പോൾ നമുക്കിന്ന് ഈ ബിരിയാണി ഒന്നുമല്ല, ഞാനിത് ദം ചെയ്തെടുത്ത് അവർക്ക് തന്നെ കൊടുത്ത് അവരാണ് മിക്സ് ആക്കി എടുത്തത് കേട്ടോ. നമ്മളെക്കൊണ്ട് പറ്റുന്ന നല്ലൊരു ഹെൽപ്പ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഈ നെത്തോലിയാണ് കേട്ടോ. നെത്തോലി എന്ന് പറഞ്ഞാൽ ചെറിയ മീനുണ്ടല്ലോ അത് ഫ്രൈ ചെയ്തതും തക്കാളി കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നിനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം കേട്ടോ.